നിങ്ങൾക്ക് ഭോജ രാജാവിൻ്റെ കഥ അറിയാമോ? ഭോജ രാജാവ് ഒരിക്കൽ തൻ്റെ സൈന്യസമേതം കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിതെറ്റി ഒരു കർഷകൻ്റെ തോട്ടത്തിലെത്തി. വളരെ വിനയത്തോടെ ഇരു കൈകളും കൂപ്പി ആ കർഷകൻ രാജാവിനെ തൻ്റെ തോട്ടത്തിലേക്ക് വിശ്രമിക്കാനായി ക്ഷണിച്ചു. എന്നാൽ തോട്ടത്തിന് നടുവിലെ ഒരു പ്രത്യേക മൺതിട്ടയിൽ കയറി നിന്നപ്പോൾ ആ കർഷകൻ പെട്ടെന്ന് മറ്റൊരാളായി മാറി. അതായത് കർഷകൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. കോപത്താൽ ജ്വലിച്ചുകൊണ്ട് ഒരു ഏകാധിപതിയെപ്പോലെ അയാൾ രാജാവിനോട് ആക്രോശിച്ചു. ആരാടാ എൻ്റെ തോട്ടത്തിൽ അതിക്രമിച്ചു കയറിയത്? ഇറങ്ങിപ്പോ പുറത്ത്. എല്ലാവരും ഒന്ന് ഞെട്ടി. എന്നാൽ ആ മൺതിട്ടയിൽ നിന്ന് താഴെ ഇറങ്ങിയ നിമിഷം അയാൾ വീണ്ടും പഴയ വിനയമുള്ള സാധാരണ കർഷകനായി മാറി. എന്തായിരുന്നു ആ മൺതിട്ടയുടെ രഹസ്യം? രാജാവ് ആ സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് സാക്ഷാൽ വിക്രമാദിത്യ ചക്രവർത്തിയുടെ മാന്ത്രിക സിംഹാസനമായിരുന്നു. അതെ, ആ സിംഹാസനത്തിന് മുകളിൽ നിൽക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെയും ഭാവം മാറും. അവനിൽ അധികാരത്തിൻ്റെ ഹുങ്കും അഹങ്കാരവും നിറയും. കഥ അവിടെ നിൽക്കട്ടെ. ഇനി ഇന്നത്തെ ഇന്ത്യയിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ ഡൽഹി, അതും ഇതുപോലൊരു മൺതിട്ടയാണ്. അധികാരത്തിൻ്റെ ചെങ്കോലുകളുടെ വലിയൊരു മൺതിട്ട. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് കേട്ട് ജനങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയക്കാർ ഡൽഹിയിലെ ആ അധികാര കസേരയിൽ കയറിയിരിക്കുമ്പോൾ പഴയ കർഷകനെ പോലെ സ്വഭാവം മാറുന്നു. അവർക്ക് പിന്നെ ജനങ്ങളെ പുച്ഛമാണ്. തെരുവിലിറങ്ങുന്ന വിദ്യാർത്ഥികളെ പുച്ഛമാണ്. ഡൽഹിയിലെ സിംഹാസനങ്ങളുടെ ഹുങ്കിൽ ഞങ്ങൾ അജയരാണെന്ന് അവർ സ്വയം വിശ്വസിക്കും. പക്ഷെ ഒരു വലിയ വ്യത്യാസമുണ്ട്. അന്ന് ഭോജ രാജാവ് ആ മൺതിട്ട കുഴിച്ചപ്പോൾ കിട്ടിയത് സ്വർണ്ണ സിംഹാസനമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ യുവത്വം ഡൽഹിയിലെ ആ അധികാരത്തിൻ്റെ മൺതിട്ട കുഴിച്ചപ്പോൾ പുറത്തു വന്നത് രാജ്യത്തെ നടുക്കിയ അഴിമതികളുടെയും ലക്ഷക്കണക്കിന് ചോദ്യപേപ്പറുകൾ വിറ്റു കാശാക്കിയതിൻ്റെയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. രാജ്യതലസ്ഥാനം എക്കാലത്തും അധികാരത്തിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു. അവിടെ ഇരിക്കുന്നവർ കരുതിയിരുന്നത് തങ്ങൾക്കൊരിക്കലും ഒരു വീഴ്ച സംഭവിക്കില്ല എന്നാണ്. എന്നാൽ 2026 ജൂലൈ 25 ആ കരുതലങ്ങ് മാറി. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ആർത്തലച്ച വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യങ്ങൾക്ക് മുന്നിൽ രാജ്യത്തെ ഏറ്റവും കരുത്തനായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വടവൃക്ഷം കടപുഴുകി വീണു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യ ഉറങ്ങിയിട്ടില്ല. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കേവലം ഒരു അഴിമതിയായിരുന്നില്ല. അത് രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ നെഞ്ചിലേറ്റ കൊടും ചതിയായിരുന്നു. രാപ്പകലില്ലാതെ ഉറക്കമൊഴിച്ചു പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് ലക്ഷങ്ങൾ കോഴ വാങ്ങി പരീക്ഷാ മാഫിയ ചോദ്യപേപ്പറുകൾ വിതരണം ചെയ്തപ്പോൾ വ്യവസ്ഥിതി നോക്കുകുത്തിയായി നിന്നു. രാജസ്ഥാനിലെ ഒരു ചെറിയ ട്യൂഷൻ സെൻ്ററിൽ നിന്ന് തുടങ്ങിയ സംശയം CBI അന്വേഷണത്തിലേക്കും പിന്നീട് രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്കും വഴിമാറിയത് ചരിത്രമാണ്. അധികാരികൾ അവരെ പരിഹസിച്ചു. തൊഴിലില്ലാത്തവരെന്നും പാറ്റകളെന്നും ചിലർ അവരെ വിളിച്ചു. എന്നാൽ ആ പരിഹാസത്തിൽ നിന്നാണ് രാജ്യത്തെ നടുക്കിയ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP വിദ്യാർത്ഥി പ്രസ്ഥാനം ജനിക്കുന്നത്. അഭിജിത് ദീപ്കെ എന്ന വിദ്യാർത്ഥി നേതാവിൻ്റെയും 26 ദിവസത്തോളം നിരാഹാരം കിടന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിലെ ജെൻസി തലമുറ ഡൽഹിയിലെ തെരുവുകൾ കീഴടക്കി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ സ്വന്തം മുഖം രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന് ധർമ്മേന്ദ്ര പ്രധാനെ ബലി കൊടുക്കേണ്ടി വന്നു. ദേശവിരുദ്ധ ശക്തികൾ ഈ സാഹചര്യം മുതലെടുക്കാതിരിക്കാനാണ് താൻ രാജിവയ്ക്കുന്നത് എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ രാജിക്കത്തിൽ കുറിച്ചപ്പോൾ അത് തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളുടെ ചോദ്യം ചെയ്യാനാകാത്ത വിജയത്തിൻ്റെ വിളംബരമായിരുന്നു. പക്ഷേ ആ കഥ അവിടെ തീരുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ഈ തീ അടങ്ങുമെന്നാണ് ഭരണാധികാരികൾ കരുതിയതെങ്കിൽ അവർക്ക് തെറ്റി. ആജിതക്കടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഡൽഹിയിൽ ഉയർന്ന ഈ പ്രക്ഷോഭത്തിൻ്റെ അലയൊലികൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ച് ഓരോ സംസ്ഥാനങ്ങളിലേക്കും കാട്ടുതീ പോലെ പടരുകയാണ്. കേന്ദ്രത്തിൽ ഒരു മന്ത്രിക്ക് താഴെ ഇറങ്ങാമെങ്കിൽ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പർ വിൽക്കുന്ന അഴിമതിക്കാരായ മന്ത്രിമാർ എന്തിനു തുടരണമെന്ന ചോദ്യം ഇന്ത്യയിലെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ബീഹാറിലേക്ക് നോക്കുക. ബീഹാർ നിയമസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിച്ച ജൂലൈ 20 തന്നെ അവിടെ ഭൂകമ്പം തുടങ്ങിക്കഴിഞ്ഞു. പരീക്ഷാ മാഫിയകളുടെ ഏറ്റവും വലിയ വിഹാര കേന്ദ്രങ്ങളിലൊന്നാണ് പാറ്റ്ന. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ വേരുകൾ ചെന്നെത്തിയതും ബീഹാറിലെ ഇരുണ്ട ഇടനാഴികളിലേക്കാണ്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ട് RJD അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബീഹാർ നിയമസഭ സ്തംഭിപ്പിച്ചതിന് പിന്നാലെ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം സംസ്ഥാന സർക്കാരിലേക്കും തിരിഞ്ഞിരിക്കുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുത്തിയ വീഴ്ചകൾക്കൊപ്പം സംസ്ഥാനത്തെ പല റിക്രൂട്ട്മെൻറ്റ് പരീക്ഷകളും പണം കൊടുത്തു വാങ്ങുന്നവരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് എന്ന നഗ്നമായ സത്യം അവിടെ മറനീക്കി പുറത്തു വരികയാണ്.
ബീഹാറിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും നെഞ്ചിടിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഏത് നിമിഷവും അവിടുത്തെ തെരുവുകൾ മറ്റൊരു ജന്തർ മന്ത്രായി മാറാം. ഇനി ഉത്തർപ്രദേശിലേക്കും രാജസ്ഥാനിലേക്കും മഹാരാഷ്ട്രയിലേക്കും വരാം. ഇന്ത്യയിലെ പരീക്ഷാ ചോർച്ചാ മാഫിയയുടെ ബെർമുഡ ട്രയാങ്കിൾ എന്നാണ് ഈ സംസ്ഥാനങ്ങളെ വിശേഷിപ്പിക്കേണ്ടത്. ഉത്തർപ്രദേശിലെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ മുതൽ അധ്യാപക നിയമനം വരെ ചോർന്നതിൻ്റെ ചരിത്രം ആർക്കാണ് അറിയാത്തത്? രാജസ്ഥാനിൽ കഴിഞ്ഞ സർക്കാരുകളുടെ കാലം മുതൽ ഇന്നുവരെ ചോർന്നത് എത്രയോ പരീക്ഷാ പേപ്പറുകളാണ്. പൂനെയിൽ നിന്നുള്ള ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ് വരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ അറസ്റ്റിലായപ്പോൾ മഹാരാഷ്ട്രയും ഞെട്ടി. ഇന്ന് ധർമ്മേന്ദ്ര പ്രധാനെ താഴെ ഇറക്കിയ അതേ യുവശക്തി തങ്ങളുടെ സംസ്ഥാന മന്ത്രിമാരുടെ രാജി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ പേടിക്കില്ല, സർക്കാരിന് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല, ഒരു കേന്ദ്രമന്ത്രിയുടെ രാജി ഞങ്ങൾക്ക് വാങ്ങാമെങ്കിൽ അഴിമതിക്കാരായ ഏത് സംസ്ഥാന മന്ത്രിയെയും താഴെ ഇറക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് CJP നേതാവ് അഭിജിത് ദീപ്കെ പ്രഖ്യാപിച്ചപ്പോൾ അത് വെറുമൊരു ഭീഷണിയായിരുന്നില്ല, ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. രഹസ്യാന്വേഷണ ഏജൻസികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇന്ത്യയിലെ യുവത്വം ഇനി പഴയതുപോലെ ഒതുങ്ങി നിൽക്കില്ല. ജന്തർ മന്ദറിലെ വിജയം അവർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവരും വർഷങ്ങളായി കോച്ചിംഗ് സെൻ്ററുകളിൽ ജീവിതം ഹോമിക്കുന്നവരുമായ കോടിക്കണക്കിന് യുവാക്കൾക്കിടയിൽ ഇന്ന് അലയടിക്കുന്നത് ഒരേ ഒരു വികാരമാണ്: പ്രതികാരം. തങ്ങളുടെ ഭാവിയോട് കളിച്ച ഓരോരുത്തരെയും അവർക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആജിതക്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പല സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരും ഇപ്പോൾ ഭയപ്പാടിലാണ്. മുമ്പ് കേവലം പത്രക്കുറിപ്പുകളിൽ ഒതുങ്ങിയിരുന്ന പ്രതിഷേധങ്ങൾ ഇന്ന് സ്മാർട്ട് ഫോണുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ കാട്ടുതീ പോലെയാണ് പടരുന്നത്. ഇന്നൊരു ഹാഷ്ടാഗ് മതി ലക്ഷ്യങ്ങളെ തെരുവിലിറക്കാൻ. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങളുടെ പഴയ ഫയലുകൾ തീയിട്ട് നശിപ്പിക്കുന്ന തിരക്കിലാണെന്ന അഭ്യൂഹങ്ങൾ പോലുമുണ്ട്. ചോദ്യപേപ്പർ വിറ്റ് കോടികൾ സമ്പാദിച്ച ഏജന്റുമാർ പലരും രാജ്യം വിടാനുള്ള തയ്യാറെടുപ്പിലുമാണ്. കാരണം അവർക്കറിയാം ഇനി വരാൻ പോകുന്നത് ജനകീയ കോടതിയാണെന്ന്. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ വിശ്വാസം ഇതിനകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇത് വെറുമൊരു പരീക്ഷാ വിവാദമല്ല, ഇതൊരു തലമുറയുടെ അതിജീവനത്തിൻ്റെ പോരാട്ടമാണ്. ധർമ്മേന്ദ്ര പ്രധാനിൽ നിന്ന് തുടങ്ങിയ ഈ രാജികളുടെ ഘോഷയാത്ര അവിടെ അവസാനിക്കില്ല. വരും ദിവസങ്ങളിൽ ഇന്ത്യ കാണാൻ പോകുന്നത് കേൾവിയില്ലാത്ത രാഷ്ട്രീയ നാടകങ്ങൾക്കായിരിക്കും. വിറങ്ങലിച്ചു നിൽക്കുന്ന സംസ്ഥാന തലസ്ഥാനങ്ങൾ, ഇരുട്ടിൽ തപ്പുന്ന വിദ്യാഭ്യാസ മന്ത്രിമാർ, ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ. അഴിമതിയുടെ കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീഴുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആദ്യത്തെ വിക്കറ്റ് മാത്രമാണ്. പന്തെറിയുന്നത് ഇന്ത്യയിലെ യുവത്വമാണ്. ഈ പിച്ചിൽ ഇനി എത്ര വിക്കറ്റുകൾ തെറിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. ആജിതക് നൽകിയ വാർത്തകൾക്കപ്പുറം ഇന്ത്യയിലെ തെരുവുകൾ നൽകുന്ന സൂചന മറ്റൊന്നല്ല: കൊടുങ്കാറ്റ് അടങ്ങുന്നില്ല, അത് രൂപം പ്രാപിക്കുന്നതേയുള്ളൂ. അടുത്തതാരാണ്? ഏതു സംസ്ഥാനത്തെ മന്ത്രിയാകും അടുത്തതായി രാജിവയ്ക്കാൻ നിർബന്ധിതനാവുക? ചോദ്യങ്ങൾ അങ്ങനെ ഒട്ടനവധിയുണ്ട്.